ചിക്കൻ കറി നമ്മൾ വെക്കാറുണ്ട്. എന്നാൽ ചിക്കൻ്റെ എല്ല് കറി നിങ്ങൾ വെച്ചിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കൂ. ചിക്കൻ എല്ലിൻ്റെ കൂടെ കുറച്ച് ചെമ്പന്താളം കൂടി ചേർത്താണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി പോഷകസമൃദ്ധമാണ് ഈ കറി. ഒരിക്കൽ ഇതിൻ്റെ രുചി അറിഞ്ഞാൽ ചിക്കൻ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഈ എല്ല് കറി വെക്കാതിരിക്കില്ല. അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ചോറ്, ചപ്പാത്തി, പൊറോട്ട, അപ്പം എന്ന് വേണ്ട എന്തിൻ്റെ കൂടെയും കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വലിയ ചിക്കൻ്റെ എല്ല് ഭാഗങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 1 കിലോയോളം ഉണ്ടാകും. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. മാംസമെല്ലാം മാറ്റിയതിന് ശേഷം ഒത്തിരി നീളത്തിൽ കിടക്കാതെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടും. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചേമ്പന്താളാണ്. ഞാനൊരു 3 ചേമ്പന്താളാണ് എടുത്തിരിക്കുന്നത്. ഈ സമയത്ത് ചേമ്പിൻതാൾ കഴിച്ചാൽ വളരെ നല്ലതാണ്. നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. വളരെ ഗുണങ്ങളുള്ളതാണ് ചേമ്പന്താളിന്. ഒത്തിരി നാരുകളൊക്കെ അടങ്ങിയതാണ്. പിന്നെ നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എടുത്ത് ഇതിൽ ചേർക്കുക. ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കണ്ട. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി എടുക്കണം. തൊലി കളയാതെയും എടുക്കാം. നമ്മൾക്ക് ആദ്യം തന്നെ ഇതിൻ്റെ മസാല ഒന്ന് തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ കറി വയ്ക്കാൻ പോകുന്ന കുഴിവെള്ള ഒരു ചരുവൻ എടുക്കുക. അതിലേക്ക് 2 വലിയ സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി പൊടിയായി അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനുള്ള പച്ചമുളക് ഞാനിതുപോലെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊന്ന് രണ്ടാക്കി ഒടിച്ചിതിലേക്ക് ചേർക്കാം. പൊടിയായി അരിഞ്ഞ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒടിച്ച് ചേർത്താൽ മതിയാകും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർക്കേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ നിറയെ അതേ അളവിൽ തന്നെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കാം. പച്ചമുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ല എരി ഉണ്ടാവും. അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് 1.5 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ എണ്ണ നമ്മുടെ കയ്യിലെടുത്തിട്ട് ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കുഴച്ചെടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതൊരു നാടൻ കറിയാണ്. അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർക്കുക. ഇനി ഈ ചേരുവ എല്ലാം കൂടി വെള്ളം ചേർക്കാതെ കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഏകദേശം ഒരു അരപ്പ് പോലെ ആയി കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കാം. നമ്മുടെ കയ്യിലുള്ള മസാലയൊക്കെ ഒന്ന് അഴിപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം. 1/4 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തത് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് 5 മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇത് തിളക്കുന്നത് വരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ നല്ലതുപോലെ ഒന്ന് കുക്കായി കിട്ടും. 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ചേർത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമ്മൾ അരപ്പ് മൂപ്പിക്കുന്ന പരുവത്തിലായിട്ടുണ്ട്. ചിക്കൻ കറി വെക്കുമ്പോൾ നമ്മൾ സവാളയും പച്ചമുളകൊക്കെ എണ്ണയിൽ വാട്ടിയതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് ഇതുപോലെ വഴറ്റിയെടുക്കില്ലേ, ആ പാകം പോലെ ആയിട്ടുണ്ട്. പൊടികളുടെ പച്ചക്കുത്തൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. നല്ലതുപോലെ മസാല കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എല്ല് ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാണ് കേട്ടോ. ചിക്കൻ എല്ല് ഇതിലേക്ക് ചേർക്കാം. ഞാൻ ഒരു ചിക്കൻ്റെ എല്ല് മുഴുവനായിട്ടുമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മാംസമൊക്കെ വാർന്ന് മാറ്റിയതിന് ശേഷം എല്ല് മാത്രമായിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എല്ലിൽ കുറച്ച് മാംസമൊക്കെ പറ്റിയിരിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല. പിന്നെ അത് മുഴുവനായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അതുപോലെ മാറ്റിയെടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് മസാലയുമായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ എല്ലൊക്കെ നല്ലതുപോലെ വെന്ത് അതിൻ്റെ നെയ്യും എല്ലിൻ്റെ ഗുണമൊക്കെ പുറത്ത് വരുന്ന പാകത്തിൽ വെന്ത് കിട്ടണം.
ചിക്കൻ പോലെയല്ല, ഇത് കുറച്ച് കൂടുതൽ സമയം വേകണം. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ വേകാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരപ്പുമായി മിക്സ് ചെയ്യാം. എല്ലിലെ ജ്യൂസൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ഇത് ഏകദേശം ഒരു സൂപ്പിൻ്റെ രൂപത്തിലാകും ഈ വെള്ളം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ എല്ലിൻ്റെ സൂപ്പൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കില്ലേ, അതുപോലെ തന്നെയാണ് ഈ ചിക്കൻ എല്ലിൻ്റെ സൂപ്പും. നമ്മൾ മസാലയൊക്കെ ചേർത്തുണ്ടാക്കുന്നത് കൊണ്ട് ഇത് നല്ല സൂപ്പറായിട്ടുള്ളൊരു ഗ്രേവി ആയിരിക്കും നമ്മളിത് പാകപ്പെടുത്തി എടുക്കുമ്പോഴേക്കും. ഇനി ഇതൊരു 40-45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഇപ്പോൾ ഒരു 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് തുറക്കുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാനിത് ഇടയ്ക്ക് ഇളക്കിയപ്പോഴേക്കും വെള്ളം വറ്റിപ്പോയതുകൊണ്ട് 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ലതുപോലെ വറ്റി കുറുകിയിട്ടുണ്ട്. എല്ലൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. എല്ലിൽ പറ്റിയിരിക്കുന്ന മാംസമൊക്കെ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലിൻ്റെ സത്തെല്ലാം നന്നായിട്ട് പുറത്തേക്ക് വരണം. ആ പാകം വരെ നമ്മളിത് വേവിക്കണം. കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് പാത്രത്തിൽ തന്നെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉപ്പൊക്കെ നമുക്ക് പാകമാണോ എന്ന് നോക്കാം. നമ്മൾ മസാലയിൽ ഉപ്പ് ചേർത്തതാണ്. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് പാകമില്ലെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേമ്പും താളും കൂടി ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതിന് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കണം. ഇപ്പോൾ ഉപ്പ് ഞാൻ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കഷ്ണങ്ങളാക്കിയ ചേമ്പിൻ താള് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന ചേമ്പിൻ താളിൻ്റെ തൊലിയൊക്കെ ചീവിയിട്ടാണ് എടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്താണ് എടുത്തത് കേട്ടോ. ഇതിലും ചെറുതായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഗ്രേവിയുടെ പുറത്തേക്ക് നമുക്ക് ചേമ്പിൻ താള് കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. അധികം വേവില്ലാത്തതാണ് ചേമ്പിൻ താളിന്, പെട്ടെന്ന് വെന്ത് കിട്ടും. താള് ചേർത്തതിന് ശേഷം ഈ ഗ്രേവിയിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് മുക്കിയിട്ട് കൊടുക്കാം. സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്യാം. ഗ്രേവിയിലൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഉപ്പും സ്വാദുമൊക്കെ നന്നായിട്ട് ഇതിലിറങ്ങും. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഗ്രേവിയിൽ നല്ലതുപോലെ മുങ്ങി കിടക്കുന്ന രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഈ എണ്ണ നമ്മൾ ചേർത്തത് കൂടാതെ എല്ലിൽ നിന്നൊക്കെ വന്നിട്ടുള്ള എണ്ണയാണ് കേട്ടോ. അതുകൊണ്ട് ഈ കറിക്ക് ഒരു അടിപൊളി ടേസ്റ്റാണ്. ഈ ഗ്രേവിയാണ് കൂടുതലും ടേസ്റ്റ്. നമ്മൾ ചിക്കൻ കറി വെച്ചാൽ ഇതുപോലെ ടേസ്റ്റുള്ള ഒരു ഗ്രേവി ഉണ്ടാവില്ല. ഇതിന് അപാര ടേസ്റ്റാണ്. നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില അവസാനം തൂവിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഈ സമയത്ത് എടുത്തിട്ട് ചേമ്പൻ താള് കഷ്ണങ്ങൾ വെന്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റും കൂടി വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ എല്ല് കറി ഒന്ന് സെർവ് ചെയ്യാം. ചേമ്പൻ താള് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ചിക്കൻ എല്ല് മാത്രമായിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാം. അപാര ടേസ്റ്റാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറ്, ഇടിയപ്പം, അപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിച്ചാൽ സൂപ്പറാണ്. എല്ല് ചപ്പുന്നത് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതൊരു അടിപൊളി കറിയാണ്. എല്ല് ചപ്പി ഇരിക്കാൻ നല്ലതാണ്. നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുള്ളത് കൊണ്ട് നന്നായിട്ട് ചവച്ച് അതിൻ്റെ ഉള്ളിലെ ജ്യൂസൊക്കെ കഴിക്കാവുന്നതാണ്. ഹോട്ടലുകളിൽ പൊറോട്ടക്കും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സാലനയില്ലേ, അതിലെ കാലും ഭയങ്കര ടേസ്റ്റാണ്. സാലന ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ചിക്കൻ്റെ എല്ലും കൂടി സൂക്ഷിച്ച് വെച്ചിട്ട് അതും കൂടി ചേർക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.